ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ സമ്മാനം തരാം എന്നൊക്കെ പറയുന്നത് ഒട്ടും നിലവാരമില്ലാത്ത വർത്തമാനമാണ് എന്ന് എനിക്കറിയാം. ലിയാഖത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിരവധി സമ്മാനങ്ങളാണ്. എന്തായാലും തുടക്കം തന്നെ അദ്ദേഹം ഒരു കളവ് പറയുന്നുണ്ട്. അത് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണ് കുഴച്ചിങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഖുർആനെ പരിഹസിക്കുകയാണ്. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട് അത്ര. എന്തായാലും ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുകയാണ്. ഖുർആനിൽ അത്തരം ഒരു വാചകം കാണിച്ചു തന്നാൽ എന്തായിരിക്കും? അഥവാ കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന ഒരു വാചകം കാണിച്ചു തന്നാൽ എന്നാൽ സാധാരണ എന്തായിരിക്കും സമ്മാനം പുള്ളിയുടെ അടുത്ത് കിട്ടുക? കളിമണ്ണ് കുഴച്ച്, നോട്ട് ദ പോയിന്റ്, കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഖുർആനിൽ കാണിച്ചു തന്നാൽ പുള്ളിയുടെ അടുത്ത് 10,000 രൂപ ഞാൻ താങ്കൾക്ക് സമ്മാനമായി കൊണ്ട് തരാം. മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഭാഗം എടുക്കുന്നതെന്നും എന്തുകൊണ്ടാണ് മറ്റു രണ്ട് വെല്ലുവിളികൾ തൽക്കാലം നമ്മൾ എടുക്കാത്തതെന്നും കൃത്യമായിട്ട് പറയാം. അതിനു മുൻപ് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഞാനും ഷജീറുമായിട്ട് നടക്കുന്ന ഈ കമ്മ്യൂണിക്കേഷന്റെ ഇതിന്റെ മുൻ കഥ ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടി ആ തരത്തിലൊരു വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അക്കാര്യത്തിൽ വ്യക്തത വരുത്താവുന്നതാണ്. ഷജീറുമായിട്ട് ഈ വിഷയത്തിൽ ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിക പഠനം എന്ന പേരിൽ ഷജീർ തുടങ്ങി വയ്ക്കുകയും എന്നെ ടാഗ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടിയുടെ നമ്മൾ ഇന്ന് വരെ എത്തി നിൽക്കുന്ന രംഗം എന്താണെന്ന് അവിടെ നിന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷജീറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾക്ക് മറുപടി എന്ന രീതിയിലല്ല. വളരെ കൃത്യമായിട്ട് ഷജീർ പറയാമെന്ന് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. കാരണം ദൈവാസ്തിത്വത്തിൽ കറങ്ങിത്തിരിയുക എന്നതാണ് ഇവരുടെ ഒരു പൊതു രീതി. അത് നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. ഞാൻ വിശ്വാസിയായിരിക്കെ, ദൈവവിശ്വാസിയായിരിക്കെ ഇസ്ലാം ഉപേക്ഷിച്ച ആളാണ്. ഒന്നാമത്തെ തെളിവ് പറഞ്ഞു. ഒന്നാമത്തെ കാരണം പറഞ്ഞു, മുഹമ്മദിനെ നിരാകരിച്ച മുഴുവൻ മനുഷ്യരും അക്കാലഘട്ടത്തിൽ മക്കയിൽ ദൈവവിശ്വാസികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ ഇസ്ലാം ദൈവികമാണോ, മുഹമ്മദ് പ്രവാചകനാണോ, ഇസ്ലാമിന്റെ മതനിയമങ്ങൾ മാനവികമാണോ എന്ന ചർച്ചയിലേക്കാണ്, അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിലേക്കാണ് ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ നിലപാട്. ആ നിലപാടിലേക്ക് ഷജീർ വരും എന്ന് കുറെ ദിവസങ്ങളായിട്ട് പറയുന്നു. ഷജീർ അവിടെ എവിടെയും വന്ന് കണ്ടില്ല. അതുകൊണ്ട് ഷജീർ ഇപ്പോൾ അതിലേക്ക് എത്താതിരിക്കാൻ എനിക്കൊരു 10,000 വെച്ച് നീട്ടുന്ന ഈ ചെപ്പടി വിദ്യ എന്താണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയും ഷജീറിനെ കൃത്യമായി ഇസ്ലാമിന്റെ ദൈവികതയിലേക്കും മുഹമ്മദിന്റെ പ്രവാചകത്വത്തിലേക്കും ഇസ്ലാം അവകാശപ്പെടുന്നത് പോലെ ലോകത്തെല്ലാ മനുഷ്യർക്കുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണോ ഇസ്ലാം എന്നതിലേക്ക്, ഒരു ധാർമ്മിക പദ്ധതിയാണോ ഇസ്ലാം എന്നതിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചയിലേക്ക് ഷജീറിനെ ക്ഷണിക്കുക എന്നതുകൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇത് ആമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നു. ഇനി നമ്മൾ ഷജീറിന്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പം വളരെ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ ദൈവികത, ഒരു ദൈവം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ ഷജീർ പല ആവർത്തി പറഞ്ഞു, പല തരത്തിൽ പറഞ്ഞു. അതിനോടൊക്കെ ഷജീർ അർഹിക്കുന്ന തരത്തിലും ഷജീർ മനസ്സിലാവുന്ന തരത്തിലുള്ള മറുപടികൾ പറഞ്ഞു. അവിടെയൊക്കെ കൃത്യമായിട്ട് പറയേണ്ടുന്ന ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത മറുപടിയിൽ തൊടാതെ അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ചെറിയ പീസ് എടുത്തു വന്ന് എന്തൊക്കെയോ പറഞ്ഞു ഉരുണ്ട് മറിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ദൈവാസ്തിത്വം, പ്രപഞ്ചത്തിന്റെ അത്ഭുതം, സൃഷ്ടിപ്പിലെ വൈഭവം, ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് ഷജീർ. ഇസ്ലാമിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിക പഠനം എന്ന പരമ്പരയിൽ ഷജീർ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുകയും ഷജീറിനെ കൃത്യമായി ഇസ്ലാമിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ഷജീറിന്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ദൈവിക അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഞാനും ലിയാഖത്തിലും തമ്മിൽ നടക്കുന്നുണ്ട്. വീഡിയോ പരമ്പരകൾ വഴിയാണ് ആ ചർച്ച മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ചർച്ച ഞാനും ഷജീറും നടക്കുന്നില്ല എന്നതാണ്. വിശ്വാസികളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഷജീറിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഷജീർ ആവർത്തിച്ച് സമ്മതിച്ചിട്ടുണ്ട്, ദൈവാസ്തിത്വം എന്ന വിഷയത്തിൽ ഞാനുമായിട്ടൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല, അതിന്റെ കാര്യമില്ല. ഷജീർ എന്നെ ടാഗ് ചെയ്തിരിക്കുന്നത് ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിക പഠനം എന്നൊരു പരമ്പരയിലേക്കാണ്. യുക്തിഭദ്രമായി ഇസ്ലാമിന്റെ ദൈവികതയും മുഹമ്മദിന്റെ റിസാലത്തും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്കാണ്. അതിന് ആദ്യ പടി എന്നോണം ഒരു ദൈവം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ഷജീർ പറഞ്ഞു. അതിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത മേഖലയായിട്ടും അത് അപ്രസക്തമായതുകൊണ്ടും അതിൽ കാര്യമായ ചർച്ചയ്ക്ക് സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടും എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ടും അതിൽ സാമാന്യമായിട്ടൊരു മര്യാദയുടെ പുറത്ത് ഷജീറിനോട് ആ കാര്യത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയെന്നതിനപ്പുറത്തേക്ക് ഓരോ വീഡിയോയിലും ഷജീറിനോട് പറയുന്നത് ഇസ്ലാമിലേക്ക് ചർച്ച വരിക. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഞാൻ ദൈവവിശ്വാസിയായിരിക്കെ മതം ഉപേക്ഷിച്ച ആളാണ്. മുഹമ്മദിനെ നിരാകരിച്ച അറേബ്യൻ സമൂഹം മുഴുവൻ ദൈവവിശ്വാസികളായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ ദൈവാസ്തിത്വം ആദ്യം ചർച്ച ചെയ്യേണ്ട കാര്യം ഇല്ല. ഇതാണ് എന്റെ പോയിന്റ്. അപ്പൊ ഷജീർ നാളെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ദൈവാസ്തിത്വത്തെ കുറിച്ചുള്ള ചർച്ചയല്ല ഷജീറും ലിയാഖത്തും തമ്മിൽ നടക്കുന്നത്. ആളുകൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ തമ്മിൽ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഷജീർ തന്നെ കൃത്യമായിട്ട് അത് പറഞ്ഞുതരും, കേട്ടോളൂ. ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിക പഠനം, യുക്തിവാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെയാണ്. അപ്പോൾ ഒരു യുക്തിവാദിയായ എന്റെ ഇസ്ലാമിക പഠനങ്ങളായിരിക്കും തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു യാത്രയിൽ ലിയാഖത്തിനെയും കൂടെ കൂടാം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്.
തീർച്ചയായിട്ടും ആ പഠനത്തിലാണ് കൂടെ കൂടാമെന്ന് പറഞ്ഞിട്ടുള്ളത്. യുക്തിഭദ്രമായി ഇസ്ലാമിന്റെ ദൈവികതയും ഇസ്ലാം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടണമെന്നും എന്തുകൊണ്ടാണ് മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കപ്പെടേണ്ടത് എന്ന ചർച്ചയിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. താങ്കൾ അതിലേക്ക് കടക്കുക. അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഈ പറയുന്ന മുഹമ്മദ് നബി ആ പറയുന്ന സുൽത്താവിന്റെ പ്രവാചകനാണോ? ആ റിസാലത്തായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത്. അഥവാ ഒരു പ്രവാചകന് ചേർന്ന ഗുണവിശേഷങ്ങളാണോ അദ്ദേഹത്തിലുള്ളത്? അതിനുശേഷം നമ്മൾ അന്വേഷിക്കുന്നത് ആ പറയുന്ന സൃഷ്ടാവിന്റെ ഗുണവിശേഷങ്ങൾ, സിഫത്തുകൾ എന്ന് പറയുന്നത് അതൊരു ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് ചേർന്ന ഗുണവിശേഷങ്ങളാണോ ആ പ്രവാചകൻ പഠിപ്പിച്ചത് എന്നതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ചർച്ചയിലേക്ക് വരേണ്ട കാര്യം. ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു വെക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സജീർ പലപ്പോഴും പല ആളുകളും പുതുതായിട്ട് ഈ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ അവർക്ക് ഇതിന്റെ പുറകിൽ എന്താ നടന്നത്, ഇതുവരെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അശ്രദ്ധമായി പറഞ്ഞ വാക്കുകളായിരിക്കാം, പക്ഷെ അതിന്റെ അർത്ഥവും ആശയവും മാറും എന്നുള്ളത് കൊണ്ട് അതിനകത്ത് വ്യക്തത വരുത്തുക എന്നത് മാത്രമാണ് ഈ ആമുഖം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹം ഈ വിഷയത്തിലേക്ക്, മുഹമ്മദിന്റെ റിസാലത്തിലേക്കും ഇസ്ലാമിന്റെ ദൈവികതയിലേക്കും വരുന്നതിന് മുൻപ് വീണ്ടും നമ്മൾ പറഞ്ഞിരുന്ന ഒരു വീഡിയോയിലുള്ള ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ചില മറുപടി പറയാനാണ് ശ്രമിച്ചത്. അതിലും അദ്ദേഹം വലിയ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഷജീർ എടുത്തുകൊണ്ട് വന്നതിന് നമ്മൾ വളരെ സർഗാത്മകമായിട്ട് കൊടുത്ത മറുപടിയിൽ പോലും അത് ഞാൻ എന്തോ ആശയമായിട്ട് കൊണ്ടുവന്നതാണ് എന്ന തരത്തിലൊക്കെ ഷജീർ അവിടെ പറയുന്നുണ്ട്. ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ വ്യക്തത വരുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ലിയാഖത്തിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിരവധി സമ്മാനങ്ങളാണ്. ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞാൽ സമ്മാനം തരാം എന്നൊക്കെ പറയുന്നത് ഒട്ടും നിലവാരമില്ലാത്ത വർത്തമാനമാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ചില ആളുകൾക്ക് ചിലത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളി ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടല്ല ഷജീർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും തരത്തിലൊരു സമ്മാനം തന്ന് എനിക്കൊരു 10,000 റുപ്യ തന്നിട്ട് ആളുകളുടെ ഇടയിൽ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട പണിയാണെന്ന് അറിഞ്ഞുകൊണ്ടും ഷജീർ അതിന് തയ്യാറാവുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. ചർച്ച ഒരു 10,000 രൂപയുടെയും വെല്ലുവിളിയുടെയും ഇനാമിന്റെയും പേര് പറഞ്ഞ് ദൈവാസ്തിത്വത്തിൽ ചുറ്റിത്തിരിയുക എന്നതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതാവുമ്പോൾ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. കാരണം പ്രപഞ്ചത്തിന് പുറത്തുള്ള ചർച്ചയാണ്. അപ്പൊ അവിടെ നമുക്ക് അതിർവരമ്പുകളൊന്നുമില്ല. ഇത് കൂടി വേണമെങ്കിലും ഉരുളാം, എങ്ങനെ വേണമെങ്കിലും ഉരുണ്ട് മറിയാം, എങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്രപഞ്ചത്തിനകത്ത്, ഭൂമിയിൽ, ഇന്ത്യയിൽ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യരായിട്ട് ജീവിക്കുകയും അവരുടെ ഭൗതിക ജീവിതത്തിൽ കൃത്യമായി ഒരു പ്രത്യയശാസ്ത്രം എന്നോണം, ഭരണകൂടം എന്നോണം, നിയമം എന്നോണം ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന ഒരാശയം, ആ ആശയത്തിന്റെ സ്ഥാപകൻ എന്ന രീതിയിൽ മുഹമ്മദ്, അതിന്റെ ദൈവികത, ഈ ആശയത്തിന്റെ അതെന്തുകൊണ്ട് സ്വീകരിക്കപ്പെടണം എന്ന തരത്തിൽ മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മത നിയമങ്ങളും മതത്തിന്റെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമേ ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമുള്ളൂ. കാരണം ഇസ്ലാം കേവലമായ ആത്മീയ മതമല്ലല്ലോ. അത് ഭൗതികതയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ഭൗതികമായ ജീവിതവും സാമൂഹ്യവും രാഷ്ട്രീയവും കുടുംബപരവുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിയമമുള്ള, വ്യവസ്ഥയുള്ള, അതാണ് ഏറ്റവും മികച്ചത് എന്ന അവകാശവാദമുള്ള ഒരു മതമായതുകൊണ്ട് ഇസ്ലാമിൽ സംസാരിക്കുമ്പോൾ ആദ്യം മനുഷ്യനെ നേർക്കുനേർ ബാധിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് കേവലമായിട്ടുള്ള ഒരു മോക്ഷത്തിന്റെയും സ്വർഗ്ഗനരകങ്ങളുടെയും മാത്രം മതാണെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ അതാണ് ആ കാര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഷജീർ ഇവിടത്തേക്ക് ഒരു 10,000 രൂപ സമ്മാനമായിട്ട് വരാൻ കാരണം ഇതാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ദൈവിക അസ്തിത്വത്തെ തെളിയിക്കുന്നതിനുള്ള 2 തെളിവുകൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ആയിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് കൃത്യമായ ഒരു ആസൂത്രകൻ ഇതിന്റെ പിറകിലുണ്ട് എന്ന് ഇതെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. കാരണം ആ രീതിയിലാണ്, സങ്കീർണമായിക്കൊണ്ടാണ്, കോംപ്ലക്സ് ആയിക്കൊണ്ടാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ഞാൻ വിശദീകരിച്ചിരുന്നു. ഷജീർ വിശദീകരിച്ചിരുന്നു. ഷജീർ കൃത്യമായിട്ട് പറഞ്ഞു ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ യുക്തി വെച്ചിട്ട് നമുക്ക് ആലോചിക്കുകയാണ്. യുക്തി വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ബയാസിലൂടെ ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിൽ ഷജീറിന്റെ യുക്തി പറഞ്ഞു, എന്റെ യുക്തി ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു. ഇത്രയാണ് കഴിഞ്ഞ വീഡിയോയിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ കോർ വിഷയത്തിലേക്ക് ഷജീർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതിന്റെ മറുപടി പറയുന്ന സമയത്താണ് ലിയാഖത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത്. ലിയാഖത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചത്തെ നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ഇവിടെയുള്ള സകല ജീവിവർഗ്ഗങ്ങളെയും ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഡിസൈനിങ് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഡിസൈൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരു സൃഷ്ടാവാണ് അതിന്റെ പുറകിലുള്ളത് എന്ന് കാണാൻ സാധിക്കുമെന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം ആ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ തന്നെ ഒരു കഴിവില്ലാത്ത, ഡിസൈൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തൊരു സൃഷ്ടാവാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നാണ് ലിയാഖത്തിൽ മുന്നോട്ട് വെക്കുന്ന വാദം. അതെ, ദൈവാസ്തിത്വത്തിന്റെ തെളിവായിട്ട് ആകെ ഷജീറിന് മുന്നോട്ട് വെക്കാനുള്ളത് ഈ പ്രകൃതിയിലേക്ക് നോക്കി അതിന്റെ സൃഷ്ടി വൈഭവവും ഇതിന്റെ ഈ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ ഇത് നിലനിൽക്കുന്നതിന്റെ കൃത്യതയും വ്യക്തതയും ഒക്കെ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിനേക്കാളും കഴിവുള്ള ഒരാൾക്ക് ഇതിനേക്കാളും മികച്ച രീതിയിൽ ഈ സൃഷ്ടി നടത്താമായിരുന്നു എന്ന ഒരാശയം ഞാൻ പറയുന്നത്. അത് ഷജീറിന്റെ ഒരു വാദത്തിനുള്ള, ഷജീറിന്റെ യുക്തിക്കുള്ള എന്റെ മറുയുക്തിയായിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അത് മാത്രമായിട്ട് അടർത്തിയെടുത്ത് വലിയ സംഭവമാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി അതിൽ മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ അവയവങ്ങളും ഉദാഹരിച്ച് തുടങ്ങിയതും ഷജീറാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ പോകണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ലിയാഖത്തിൽ ആദ്യമായിട്ട് ഉദാഹരിക്കുന്നത് മനുഷ്യരെയാണ്. മനുഷ്യ ശരീരത്തിലെ പല അവയവങ്ങളുടെയും ഡിസൈനിങ് അത്ര പോരാ, നിലവിലുള്ള സ്ഥാനത്തേക്കാൾ മറ്റ് സ്ഥാനങ്ങളായിരുന്നു നല്ലത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആ അവയവങ്ങൾ ഏതൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
പൊന്നാര ഷജീറെ, ഈ ലൈംഗികാവയവങ്ങൾ ഉൾപ്പെടെയുള്ള അവയവങ്ങളുടെ കണക്ക് പറഞ്ഞ് കഥ പറഞ്ഞിട്ട് അത് നോക്കൂ, അതിൽ വൈഭവം കാണുന്നില്ല, അല്ല അത്ഭുതം കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അതിനകത്ത് ഒരു അത്ഭുതമില്ല. ഇതിനേക്കാളും മികച്ച രീതിയിൽ ശരീരത്തിന്റെ ഘടന, മനുഷ്യന്റെ അനാട്ടമി, മനുഷ്യന്റെ ദഹന വ്യവസ്ഥ, മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ, മനുഷ്യന്റെ പ്രത്യുൽപാദന വ്യവസ്ഥ, ഇതിനൊക്കെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് പലതും മനുഷ്യർ തന്നെ പരീക്ഷിക്കുകയും പഠനം നടത്തുകയും പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർക്ക് പോലും ഇതിലുള്ള കുറവുകൾ നികത്തി ചില ഡിസൈൻസ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാലത്ത് എല്ലാത്തിനും കഴിവുള്ള ഏറ്റവും ഉത്തമനായ മികവുറ്റ ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവം മനുഷ്യ സൃഷ്ടിപ്പിൽ കാണുന്നില്ല എന്നും സ്വാഭാവികമായിട്ടുള്ള ജൈവ പരിണാമത്തിന്റെ പല പരിമിതികളും പരാധീനതകളും മനുഷ്യൻ ഉൾപ്പെടെയുള്ള പല ജീവികളിലും നമുക്ക് ദൃശ്യമാവുന്നുണ്ട് എന്നുമാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഷജീർ വച്ച ചില അവയവങ്ങളെ മുൻനിർത്തി തന്നെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് പകുതി തമാശയായിട്ടും ചിന്തിക്കാനായിട്ടും എടുത്താൽ മതി, പ്രശ്നം തീരും. അതിന് കിടന്ന് കെട്ടിമറിയണ്ട. ആ പ്രദേശത്ത് തന്നെ നമ്മൾ കിടന്ന് കറങ്ങുന്നതിൽ അർത്ഥമില്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രദേശം വിട്ടുപിടിക്കാം. വരും. തുടക്കം തന്നെ അദ്ദേഹം ഒരു കളവ് പറയുന്നുണ്ട്. അത് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണ് കുഴച്ചിങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അഥവാ ഖുർആനെ പരിഹസിക്കുകയാണ്. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട് അത്രേ. അഥവാ കളിമണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്ന് ഖുർആൻ പറയുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് കളിമണ്ണ് കുഴച്ച് എന്ന് തന്നെയാണ്. ഞാൻ ആ വചനത്തിൽ എവിടെയും ഖുർആൻ വചനം ഉദ്ധരിക്കോ ഈ വചനത്തിൽ ഇന്ന പോലെ ഉണ്ടെന്ന് പറയോ ചെയ്തിട്ടില്ല. അതിനർത്ഥം ഖുർആനിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ സമ്മതിക്കല്ല. അതുകൂടി ചേർത്ത് വെക്കാം. ഖുർആനിൽ നിന്ന് തന്നെ, ഖുർആൻ കൊണ്ട് തന്നെ കളിമണ്ണ് വെള്ളമൊഴിച്ച് കുഴച്ച് പരുവപ്പെടുത്തി രൂപപ്പെടുത്തിയിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചത് എന്നാണ് നമ്മൾ ഇന്ന് ഷജീറിന് മുന്നോട്ട് തെളിവ് തരാൻ പോകുന്നത്. തെളിവ് തരാൻ ഞാൻ എൻ വായ കൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് ആമുഖമായിട്ട് പറഞ്ഞു വെക്കാം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സംസാരം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനിടയിൽ ഷജീർ ഇവിടെ ലൈവിലുണ്ട്. ആരെങ്കിലും എന്റെ ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും ഒക്കെ ഒന്ന് ഈ കമന്റിൽ പിൻ ചെയ്ത് വെക്കണം. എപ്പോഴാണോ ഷജീറിന് ഖുർആാനികമായി ഇസ്ലാമികമായി ഇസ്ലാം മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് ആദമിന്റെ സൃഷ്ടിപ്പ് കളിമണ്ണ് കുഴച്ച് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്നത്, ആ നിമിഷം എന്റെ അക്കൗണ്ടിലേക്ക് താങ്കൾ പറഞ്ഞ 10,000 രൂപ ക്രെഡിറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഷജീറിന് വേണ്ടി വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും ആ ചുമതല ഏറ്റെടുക്കാവുന്നതാണ്. അത് ഷജീറിനെ അറിയിച്ചാലും മതി. അപ്പൊ അത് ആരെങ്കിലും മോഡറേറ്റേഴ്സ് ആരെങ്കിലും അതൊന്ന് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥന വെക്കുന്നു. കാരണം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പോകാം. അപ്പൊ അതുകൊണ്ട് ഖുർആനെ കളിയാക്കാനല്ല, ഖുർആന്റെ ആശയം അതാണ്. അത് ഖുർആനിൽ അങ്ങനെ ഉണ്ട് പോലും, അങ്ങനെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാം മതത്തിന്റെ വിശ്വാസം അനുസരിച്ച്, സകല മുസ്ലിങ്ങളുടെയും വിശ്വാസം അനുസരിച്ച്, ഖുർആനിന്റെ തഫ്സീറുകൾ അനുസരിച്ച് എല്ലാം, മുഹമ്മദിന്റെ വിശദീകരണം അനുസരിച്ച് എല്ലാം എന്താണ്, മണ്ണ് കുഴച്ച് തന്നെയാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുകയാണ്. ഖുർആനിൽ അത്തരം ഒരു വാചകം കാണിച്ചു തന്നാൽ, അഥവാ കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന ഒരു വാചകം കാണിച്ചു തന്നാൽ, അഥവാ നമുക്കറിയാലോ കുശവന്മാരും അല്ലെങ്കിൽ ശില്പികളൊക്കെ കളിമണ്ണൊക്കെ ഇങ്ങനെ കുഴച്ച് ശില്പം ഉണ്ടാക്കുന്ന ആ ഒരു തലത്തിലേക്കാണല്ലോ ഇദ്ദേഹം ദൈവത്തെ ഉദാഹരിക്കുന്നത്. പൊന്നാര ഷജീറ, ഇത് ഞാൻ ഉദാഹരിച്ചതല്ല, ഖുർആനിന് തഫ്സീർ എഴുതിയ പണ്ഡിതന്മാർ ഉദാഹരിച്ചതാണ്. ഒന്നാമത് ഞാൻ ഖുർആൻ വചനം വായിച്ചിട്ടില്ല, തഫ്സീർ വായിച്ചിട്ടൊന്നുമല്ല അത് പറഞ്ഞത്. പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇസ്ലാമിന്റെ വിശ്വാസം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഷജീർ ഇവിടെ കളിമണ്ണ് കുഴച്ച് എന്നൊക്കെ പറഞ്ഞ് ഊന്നി പറഞ്ഞത് കൊണ്ട് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തമാശ തോന്നി. പിന്നീട് ഷജീറിനോട് സഹതാപം തോന്നി. കാരണം ഷജീർ എവിടെ നിന്നാണ് ഇസ്ലാം പഠിക്കുന്നത്, എങ്ങനെയാണ് ഖുർആൻ പഠിക്കുന്നതെന്ന് വല്ലാത്ത അത്ഭുതം എനിക്ക് ഉണ്ട്. കാരണം ഷജീർ പല കാര്യങ്ങളും അറിഞ്ഞു പറഞ്ഞ് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഷജീറിന് ഇൻഫർമേഷൻ കിട്ടുന്ന സോഴ്സ് വളരെ വീക്കാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പണ്ട് അനിൽ മുഹമ്മദിന് ഇതുപോലെ വിവരം കൊടുത്തിരുന്ന ചില സോഴ്സുകളിൽ നിന്നുള്ള അനിൽ മുഹമ്മദിനുള്ള അനുഭവം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഷജീർ ആ കാര്യത്തിൽ പരിഭവപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ ദൈവത്തെ കളിയാക്കാൻ പറഞ്ഞതല്ല. കുശവന്മാർ എന്നുള്ള പ്രയോഗത്തിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം മണ്ണ് പാത്രങ്ങളും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുഴച്ച് പരുവപ്പെടുത്തി പാകപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ കളവായി പറഞ്ഞു എന്നാണല്ലോ ഷജീറിന്റെ ആരോപണം. അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അത് നമുക്ക് സ്ഥാപിക്കുകയും അത് തെളിയിക്കുകയും ചെയ്യാം. ഞാനല്ല, നിങ്ങൾക്ക് വിശ്വാസമല്ല, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ തന്നെ ഖുർആൻ വചനങ്ങളും അതിന്റെ അർത്ഥവും, അത് ഖുർആൻ തന്നെ ഓതി അറബിയിൽ ഓതി അർത്ഥം പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആയത്ത് നമ്പറൊക്കെ ഉൾപ്പെടെ പറഞ്ഞുതരും. ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുമ്പ് നിങ്ങൾ ഓഫർ ഒന്ന് കേൾക്കട്ടെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഖുർആനിൽ കാണിച്ചു തന്നാൽ, കളിമണ്ണ് കുഴച്ച്, നോട്ട് ദ പോയിന്റ്, കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഖുർആനിൽ കാണിച്ചു തന്നാൽ 10,000 രൂപ ഞാൻ താങ്കൾക്ക് സമ്മാനമായി കൊണ്ട് തരാം. കളിമണ്ണ് കുഴച്ച് 10,000 റുപ്യ കിട്ടി. കളിമണ്ണ് കുഴച്ചെന്നല്ല, അള്ളാന്റെ 2 കൈയും കൊണ്ട് കുഴച്ചുണ്ടാക്കി എന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യ്, ഒന്ന് ക്ഷമയോടെ കാത്തിരിക്ക്. അള്ള സ്വന്തം കൈകൾ കൊണ്ട്, അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അള്ളാഹുവിന്റെ ഇരുകരങ്ങൾ കൊണ്ടാണ് കളിമണ്ണ് പാകപ്പെടുത്തിയിട്ട് അള്ള ആദമിനെ സൃഷ്ടിച്ചത്. തെളിയിച്ചെന്നാൽ പൈസ തരണം, അത് വേറെ കാര്യം. 10,000 റുപ്യ കൊണ്ട് ഒന്നും ആയിട്ടല്ല ഷജീറെ. നിങ്ങളെ ബുദ്ധിമുട്ട് എനിക്കറിയും. പല ആൾക്കാരും നിങ്ങളോട് പറഞ്ഞു എന്തിനാണ് 10,000 റുപ്യ, ഖുർആനിൽ അങ്ങനത്തെ ഒരു വചനം ഇല്ല, നിങ്ങൾക്ക് അറിയില്ലേ?
എനിക്കറിയാം അത്തരം ഒരു വാചകം ഖുർആനിൽ ഇല്ല എന്ന്. എന്നിട്ട് ഞാൻ 10,000 തരാം എന്ന് പറഞ്ഞത്, അഥവാ ചിലർ പറയുന്നത് 1 കോടി രൂപ ഇനാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് അല്ലേ ഞാൻ പറയേണ്ടത്. അപ്പൊ എടുത്ത് റെഡിയാക്കി വെച്ചോ. നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ 10,000 എന്നുള്ളതിന് പകരം 1 കോടി 2 കോടി എന്നൊക്കെ പറയുന്ന ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കൊരു വസ്വാസം ഉണ്ട്, ഇനി എങ്ങാനും ഈ ചങ്ങായി ഖുർആൻ എന്നത് പൊക്കി പിടിച്ചുകൊണ്ട് വരുമോ എന്നൊരു പേടി ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കയ്യിൽ പേഴ്സിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള 10,000-ലേക്ക് അല്ലെ 30,000 റുപ്യ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾ ഓഫർ ചുരുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ 10,000 നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തരാൻ വേണ്ടി തയ്യാറാക്കി വെക്കുക. അത് എനിക്ക് ആവശ്യമുണ്ടായിട്ടല്ല. ആ 10,000 നമ്മൾ ഇന്ന് ഷജീർ ഇവിടെ തരികയാണെങ്കിൽ ആ 10,000 കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഇവിടെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് 10 പേർക്കെങ്കിലും ഖുർആനിന്റെ പരിഭാഷ വാങ്ങിയിട്ട് അയച്ചു കൊടുക്കാൻ നമുക്ക് ആ 10,000 രൂപ ഉപകരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയും ആളുകൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് നമുക്ക് ആ സംഖ്യ പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് ഷജീർ പൈസ റെഡിയാക്കി വെച്ചോ, എമൗണ്ട് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ഒരു വെല്ലുവിളി. രണ്ടാമത്തെ വെല്ലുവിളി എന്താ? ഇതിനിപ്പോ ഒരു 10,000 റുപ്യ, ഇനി 2 10,000 കൂടി കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഷജീർ പറയും. അത് നേരത്തെ പറഞ്ഞ സൃഷ്ടിപ്പിൽ അവയവങ്ങൾ അതിന്റെ ചില കാര്യങ്ങളൊക്കെയാണ്. 2-3 കാര്യങ്ങൾ ഷജീർ പറയുന്നുണ്ട്. ആ വിഷയങ്ങളിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുകയല്ല, കാരണം നമ്മൾ ഇന്നത്തെ വിഷയം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് 10,000 വാങ്ങി വീട്ടിൽ പോകലാണ്. എന്ന് മാത്രമല്ല, രണ്ടാമത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓഫർ ചെയ്ത തുക വളരെ കുറഞ്ഞു പോയി. ആ ഓഫറിന് വേണ്ടി കളത്തിലിറങ്ങാൻ തൽക്കാലം താല്പര്യമില്ല. ഇത് ജസ്റ്റ് നമ്മളൊരു ടെസ്റ്റ് മാത്രമാണ്, ഒരു എന്താ പറയുക, ഒരു സാമ്പിൾ ഗെയിം, ഒരു ഫ്രണ്ട്ലി ഗെയിം എന്ന രീതിയിലാണ് ഇത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, താങ്കൾ ആ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ ലൈംഗിക അവയവത്തേക്കാൾ അതിനേക്കാൾ മികച്ച റിസൾട്ട് ഉളവാക്കുന്നതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ആ ഡിസൈൻ എങ്കിൽ ഒരു 10,000 രൂപ കൂടി ഞാൻ താങ്കൾക്ക് സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് താങ്കൾ അവതരിപ്പിക്കുക, നമുക്കത് ശാസ്ത്രീയമായിട്ടൊന്ന് പരിശോധിക്കാം. നിലവിലുള്ളതിനേക്കാൾ മികച്ചതാണ് താങ്കൾ പറയുന്നതെങ്കിൽ, മികച്ച ഒരു സ്ഥാനം, മികച്ച ഡിസൈൻ ആണ് താങ്കൾ പറയുന്നതെങ്കിൽ താങ്കൾക്ക് വീണ്ടും ഒരു 10,000 രൂപ സമ്മാനം നൽകുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 20,000 രൂപയായി. ഇതൊക്കെ സാധ്യമാണ്. ഓക്കെ, ഇതിനേക്കാളും മികച്ച ഒരു ഡിസൈൻ സാധ്യമാണ്. ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞല്ലോ, ഈ അള്ള മണ്ണ് കുഴച്ചുണ്ടാക്കിയതിന് പകരം കുറച്ചുകൂടി ഒരു ദീർഘവീക്ഷണമുള്ള, കുറച്ചുകൂടി ഒരു വൈഭവമുള്ള, ഒരു പ്രതിഭയുള്ള സൃഷ്ടാവാണെങ്കിൽ ഈ അവയവങ്ങൾ എന്നല്ല, മൊത്തത്തിൽ ഘടന കുറച്ചുകൂടിയൊക്കെ സ്മൂത്ത് ആയിട്ട്, കുറച്ചുകൂടിയൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ, ആയാസരഹിതമായ രീതിയിൽ ചെയ്യാമായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് എല്ലാ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊന്നും ഷജീറയിൽ വിശദീകരിക്കാത്തതുകൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല. മറ്റു 2 കാര്യങ്ങളിൽ ഞാൻ സജസ്റ്റ് ചെയ്തു എന്ന് ഷജീർ ആരോപിക്കുന്ന ചില ഘടനകളിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് ഷജീർ പറയുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കേട്ടുവരാം. അതിൽ രണ്ടാമത്തെ കാര്യം ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്ന് കേൾക്കാം. എന്തായാലും എനിക്ക് ലിയാഖത്തിനോട് ചോദിക്കാനുള്ളത്, നിലവിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്നത് മൂക്കിലൂടെയാണ്, ഭക്ഷണം കഴിക്കുന്നത് വായിലൂടെയാണ്. ഇത് രണ്ടും ഇറങ്ങിപ്പോകുന്നത് ഒരേ നാളത്തിലൂടെയാണ്. ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ ലിയാഖത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാനായി കഴിഞ്ഞാൽ, ഇതിനേക്കാൾ മികച്ച റിസൾട്ട് ഉളവാക്കുന്ന ഒരു ഡിസൈൻ ലിയാഖത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാനായി കഴിഞ്ഞാൽ വീണ്ടും ഒരു 10,000 രൂപ ഞാൻ താങ്കൾക്ക് സമ്മാനം നൽകുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 30,000 രൂപയായി. എന്നെ കൊണ്ട് ഇത്രയും എമൗണ്ട് പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ എമൗണ്ട് പറയുന്നത് കേട്ടോ. ഷജീർ, 2 പ്രശ്നങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, ഇതിലേക്ക് എന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചോ എനിക്ക് ഇതിനേക്കാളും മികച്ച ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എന്റെ അവകാശവാദമല്ല. മീൻസ് അതിനർത്ഥം ഇതും പൊക്കി പിടിച്ചോണ്ട് പോകണ്ട. ഞാൻ അവിടെ പറഞ്ഞ എന്താ, കുറച്ചുകൂടി വൈഭവമുള്ള, പരിജ്ഞാനമുള്ള ഒരു എഞ്ചിനീയർ ഡിസൈൻ ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ടിരിക്കും. ശ്വസന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും അത് തന്നെയാണ് അഭിപ്രായം. ശാസ്ത്ര ലോകത്ത് അല്ലെങ്കിൽ ഈ തരത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകൾക്കിടയിലൊക്കെ സമാനമായിട്ടുള്ള പല ഘടനകളും പല മോഡൽസും പലരും അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെ സാധ്യമാണ്. അള്ളാഹുവിന് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്ന കഴിവും അദ്ദേഹത്തിന്റെ യുക്തിയും അദ്ദേഹത്തിന്റെ ജ്ഞാനവും വെച്ചിട്ട് ഇത് വളരെ മോശം ഡിസൈൻ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് എന്റെ നിലപാട്. ഇനി അതിന് പകരമായിട്ട് അങ്ങനെ സംഭവിച്ചാൽ, നിങ്ങൾ പറയണത് ഒരു ദ്വാരത്തിന് പകരം 2 ദ്വാരം വേണമെന്ന്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇതിനേക്കാളും മികച്ച രീതിയിൽ അത് ചെയ്യാൻ പറ്റും. നിലവിലുള്ള വ്യവസ്ഥയിൽ ചില പോരായ്മകളുണ്ട്. അതാണ് ഈ ശ്വസനനാളിയും നമ്മൾ അന്നനാളവും ഒന്നായതുകൊണ്ട് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും മരണത്തിന് കീഴടങ്ങുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഷജീർ പറയുന്നത് അങ്ങനെ ആയാലുണ്ടാകാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകളെ കുറിച്ചാണ്. അതൊന്ന് ഷജീർ പറയട്ടെ. അപ്പോൾ ലിയാഖത്തിൽ പറയുന്നത് ഇതിന് രണ്ടിനും 2 നാളം വേണമായിരുന്നു എന്നാ പറയുന്നത്. അഥവാ മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കുന്നത് അത് മറ്റൊരു നാളത്തിലൂടെ അകത്തേക്ക് പോവുകയും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വായിലൂടെ ഭക്ഷണം കഴിക്കുന്നു അത് മറ്റൊരു നാളത്തിലൂടെ. അപ്പോൾ രണ്ടിനും കൂടി 2 നാളം വേണം എന്നാണ് ലിയാഖത്തിൽ പറയുന്നത്. താങ്കളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ 2 നാളമായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാനേ പറ്റില്ല. എന്താണ് ഷജീറെ, എല്ലാത്തിനും കഴിവുള്ള പടച്ചോന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആകെ അള്ളാഹുവിന് ഈ ഒരു മോഡലേ കഴിയൂ. മനുഷ്യന്റെ ശരീരവും ദഹന വ്യവസ്ഥയും ലൈംഗികാവയവങ്ങളുടെ പൊസിഷനും ഒക്കെ ആയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ പോസിബിൾ ആയിട്ടുള്ള ഏക രൂപം ഇതാണോ? ഏക മോഡൽ? അപ്പൊ അള്ളാഹ് സർവശക്തനല്ല. അള്ളാഹുവിന് മനുഷ്യന് ഇതിനേക്കാൾ മികച്ച ഒരു രൂപകൽപ്പന സാധ്യമല്ല എന്നാണ് ഷജീർ പറയുന്നത്. സർവശക്തനായ ദൈവത്തിന് ഇതിനേക്കാൾ മികച്ച അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു രൂപകൽപ്പന മനുഷ്യ സൃഷ്ടിപ്പിൽ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിന്റെ സർവ്വശക്തിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞിട്ട് കാര്യം? 1 അല്ല 9 അല്ല, ഒരു 100 ഡിസൈൻ തരാൻ അള്ളാഹ്ക്ക് കഴിയണം. ഇപ്പോഴുള്ളതിലുള്ള ചില പ്രശ്നങ്ങൾ അത് ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ
അതിന് ആൾട്ടർനേറ്റീവായിട്ട് താങ്കൾ ഉന്നയിക്കുന്ന, താങ്കൾ ആഗ്രഹിക്കുന്ന, താങ്കൾ മനസ്സിൽ കാണുന്ന ഒരു ഡിസൈൻ, ആ ഡിസൈനിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ്? 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് കേട്ടിട്ട് വരാം. അഥവാ നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കുന്നത് ഒരു നാളത്തിലൂടെ അകത്തേക്ക് പോകുന്നു. നമുക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്ന് നമ്മൾ മരിച്ചു പോകും. കാരണം ഇപ്പോൾ നമുക്കൊരു ജലദോഷമോ മൂക്കടപ്പോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പകരം നമുക്ക് വായിലൂടെ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജലദോഷമോ മൂക്കടപ്പോ വന്നു കഴിഞ്ഞാൽ നമ്മൾ വായിലൂടെ ശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്നു. പക്ഷേ ഇതിന് മാത്രമാണ്, മൂക്കിലൂടെ മാത്രമാണ് ശ്വസനം സാധ്യമാകുന്നത്, അതിന് മാത്രമായിട്ട് ഒരു നാളവും ഭക്ഷണം അകത്തേക്ക് പോകുന്നതിന് മറ്റൊരു നാളമാണ് എങ്കിൽ നമുക്കൊരു ജലദോഷം വന്നാൽ മതി, നമ്മൾ മരിച്ചു പോകും. ഇത് അള്ളാഹിന്റെ പരിമിതിയല്ലേ ഷജീറെ? ഈ ഡിസൈനിൽ അള്ളാഹുവിന്റെ പരിമിതിയാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത്. കാരണം മൂക്കിന് 2 ദ്വാരവും അകത്തേക്ക് വേറെ കുഴലും ഒക്കെ വെച്ച് തന്നിട്ട് ജലദോഷം വരികയാണെങ്കിൽ വായി കൂടി ശ്വസിച്ചോ അല്ലെങ്കിൽ ഈ മൂക്ക് കൂടി ശ്വസിച്ചോ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിമിതിയല്ലേ ഷജീറെ വ്യക്തമാക്കുന്നത്? ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾ ഈ ശ്വാസനനാളത്തിലും ലിംഗാഗ്ര ചർമ്മത്തിലും കുടുങ്ങി കിടക്കണ്ട. ഇത് ഞാൻ നിങ്ങളിലേക്ക്, നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകളുടെ ചിന്തയിലേക്ക് തരികയാണ്. നിങ്ങൾ ഇവിടെ ഇതല്ലാത്ത ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിമിതി, ആളുകൾ മരിച്ചു പോകുന്നു പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി മരിക്കുന്നു. ഗുളിക കഴിക്കുമ്പോൾ അത് തൊണ്ടയിൽ പോയിട്ട് കുട്ടികൾ മരിക്കുന്നു. തരിപ്പിൽ പോകാൻ നമ്മൾ പറയില്ലേ, നെറുകയിൽ കയറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കയറിയിട്ട് ആളുകൾ ശ്വാസം മുട്ടി മരിക്കുന്നു ഷജീറെ. അത് ഈ ഡിസൈനിന്റെ അപാകതയാണ്. അപ്പൊ താങ്കൾ പറയുന്നു ഇതല്ലാത്തൊരു ആൾട്ടർനേറ്റീവ് സാധ്യമേ അല്ലാന്ന്. നിങ്ങൾ പറഞ്ഞിട്ടതൊന്നും ലോകത്തെ എല്ലാ ജീവികളുടെയും അന്നനാളവും ശ്വാസനാളവും ഒന്നിച്ചാണ്. അതല്ലാത്ത വേറെ ഒരു ഡിസൈനും ഇല്ലേ ഭൂമി ലോകത്ത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ഇനി വേറെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട്. നമ്മൾ ജിമ്മിലൊക്കെ പോയാൽ നമ്മൾ കിതക്കും, അപ്പൊ നമുക്ക് ശ്വാസം മുട്ടും, നമ്മൾ അങ്ങനെ മരിക്കും എന്നാണ്. അപ്പൊ നമ്മൾ വായും കൂടി തുറന്നിട്ട് ശ്വാസം എടുത്താലാണ് ആവശ്യത്തിന് ഓക്സിജൻ ശരീരത്തിൽ കിട്ടുള്ളൂ. അതും അള്ളാഹിന്റെ പരിമിതിയല്ലേ ഷജീറെ? ഈ ഡിസൈനിന്റെ പ്രശ്നമല്ലേ അത്? സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു ശ്വസന വ്യവസ്ഥ നിലനിർത്താൻ പോലും കഴിയാത്ത, സ്വതന്ത്രമായി ഒരു ശ്വസന വ്യവസ്ഥ പോലും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഈ സൃഷ്ടിയുടെ ഈ രൂപകൽപ്പനയുടെ പരിമിതിയായിട്ടല്ലേ ഷജീറെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓടുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്ലറ്റുകൾ സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ കിതക്കും. നമുക്കറിയാം, നമുക്കപ്പോൾ ആ സമയത്ത് നമ്മുടെ മൂക്കിലൂടെയുള്ള ഈ കുഞ്ഞു ദാരത്തിലൂടെ മാത്രമുള്ള ശ്വസനം കൊണ്ട് മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ ശ്വസിക്കുന്നത് വായിലൂടെ ആയിരിക്കും. അപ്പോൾ ലിയാഖത്തിൽ പറയുന്ന ഡിസൈൻ പ്രകാരമാണെങ്കിൽ, അഥവാ മൂക്കിലൂടെ മാത്രം ശ്വസനം അകത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരുന്നു നമ്മളുടേത് എങ്കിൽ നമ്മളൊന്ന് കിതച്ചാൽ മതി, അഥവാ നമ്മളൊന്ന് ഓടിയാൽ മതി, അവിടെ തീരും മനുഷ്യൻ എന്ന് പറയുന്നത്. കാരണം മൂക്കുകൊണ്ട് മാത്രം നമ്മളുടെ ആ ഒരു സന്ദർഭത്തിലുള്ള ശ്വസനം സാധ്യമല്ല. കാരണം ആ സമയത്ത് നമ്മൾ ശ്വസിക്കുന്നത് വായിലൂടെയാണ്. കുറെ അധികം ഓക്സിജൻ നമുക്ക് ആ സമയത്ത് വേണ്ടി വരും. ഇത് ഷജീറ നിലവിലുള്ള ഡിസൈനിന്റെ ഒരു പരിമിതിയാണ്. ഇപ്പൊ താങ്കൾ ഇതൊരു സാധ്യതയായിട്ട് പറയുന്നത് അതൊരു പരിമിതിയാണ്. ഈ പരിമിതി മറികടക്കാവുന്ന തരത്തിൽ മറ്റൊരു മികച്ച ഡിസൈൻ സാധ്യമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് ആകെ കഴിയാവുന്ന ഒറ്റ ഡിസൈൻ ഇതാണെന്നാണ്. നിങ്ങൾ അള്ളാഹിന്റെ കഴിവിന് പരിമിതി നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. അപ്പൊ അതിനകത്ത് അതവിടെ വിട്ടു. നിങ്ങളിപ്പോ പറഞ്ഞ 2ഉം സെൽഫ് ഗോൾ ആണ് എന്ന് മനസ്സിലാക്കാം. ഇനിയാണ് ഭീകരമായ ഒരു സാധനം വരാൻ പോകുന്നത്. അതുകൾ പിടിച്ചിരിക്കണം. ലിംഗാഗ്ര ചർമ്മത്തിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള ഉദ്ദേശം, സൃഷ്ടിപരമായ ഉദ്ദേശം എന്തായിരുന്നു? അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ലിംഗാഗ്രത്തിൽ ചർമ്മം കൊടുക്കുന്നതിന്റെ കാരണം എന്തായിരുന്നു എന്ന് ഷജീർ പറയും. അത് ഒന്ന് കേൾക്കാം. അദ്ദേഹം പറയുന്നത്, എനിക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു തെളിവ് ഇതാ തരാം എന്ന് പറഞ്ഞിട്ടാണ് ലിംഗാഗ്ര ചർമ്മത്തെ പറ്റി പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ലിംഗാഗ്ര ചർമ്മം ഓരോ മുസ്ലിമും സർക്കംസിഷൻ സർജറി വഴി നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ഏറ്റവും മികച്ചതാണ് എങ്കിൽ ഓരോ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്തിനാണ് അത് കട്ട് ചെയ്ത് കളയുന്നത് എന്നതാണല്ലോ അദ്ദേഹം ഇതിലൂടെ ചോദിച്ചു വെക്കുന്നത്. എന്തായാലും ഈ ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, ഈ ലിംഗാഗ്ര ചർമ്മം എന്തിനു കട്ട് ചെയ്യുന്നു എന്ന ഒരു സബ്ജക്ട് ഞാൻ കുറച്ചുകൂടി വിശാലമായിക്കൊണ്ട് ചർച്ച ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്റെ ഒരു യുക്തിവാദിയുടെ ഇസ്ലാം പഠനം എന്ന ഒരു തലക്കെട്ടിൽ എല്ലാ ആഴ്ചയിലും ഒരു വീഡിയോ വെച്ച് പോകുന്നുണ്ട്. അതിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞു നോക്കാം. നിങ്ങളത് വിശദമായിട്ട് ചർച്ച ചെയ്തോളി, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ, അതായത് ലിംഗാഗ്ര ചർമ്മം അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചു വിടാനുള്ള കാരണമായിട്ട് നിങ്ങൾ പറയുന്ന 2 കാരണങ്ങൾ, ഒറ്റ കാരണം, അതെന്തിനു വേണ്ടി, അള്ളാഹുവിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നും അതിന് ഇപ്പൊ ഇസ്ലാമിൽ നിലനിൽക്കുന്ന സുന്നത്ത് ന്യായീകരിക്കുന്നതിന് നിങ്ങൾ പറയുന്ന ഒരു കാരണവും മാത്രം ആളുകളെ കേൾപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്ഷമിക്കുക നിങ്ങൾ അതുവരെ. ഈ ലിംഗാഗ്ര ചർമ്മം എന്ന് പറയുന്നത് ഓരോ കുഞ്ഞിന്റെയും, ഓരോ ആൺകുഞ്ഞിന്റെയും ലിംഗാഗ്ര ചർമ്മം എന്ന് പറയുന്നത് ആ കുഞ്ഞ് അവന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലാകുന്ന സമയത്ത് ആ ലിംഗത്തിന്റെ സംരക്ഷണമാണ്. അടിപൊളി, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിന്റെ ലിംഗം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ലിംഗാഗ്ര ചർമ്മം. ഏറ്റവും സുരക്ഷിതമായ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു തരത്തിലും പരിക്കേൽക്കാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് ആ കുഞ്ഞിമണിയിൽ തൊലി വെച്ച് സംരക്ഷിക്കുന്ന പടച്ചോൻ, അത് കഴിഞ്ഞിട്ട് കണ്ട പോളിസ്റ്ററിലും കോട്ടൺ നിക്കറിലും ഒക്കെ ഒരഞ്ഞൊരഞ്ഞ് പണ്ടാരം അടങ്ങാൻ വേണ്ടി, തൊലി കളയാൻ വേണ്ടി അള്ളാഹ് കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ഡിസൈനിന്റെ ഒരു സോറി ഷജീറെ, ചിരി എനിക്ക് സാധാരണഗതിയിൽ ഞാൻ ചിരിക്കാത്തതാണ്, എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പൊന്നാര ഷജീർ, ആരെങ്കിലും പറഞ്ഞു തരുന്ന ഉത്തരാണെങ്കിലും നിങ്ങൾ സ്വന്തം നിലക്ക് പറയണാണെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? രാംരാജിന്റെ കോട്ടൺ ജട്ടി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ജട്ടിയുടെ സ്റ്റിച്ചിങ് പാടിലൊക്കെ, അല്ലെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗത്തൊക്കെ ഒരയുന്ന
വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരോട് പറയാണ്, ഗർഭാവസ്ഥയിൽ അഗ്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ലിംഗാഗ്രം കൊടുത്തിട്ടുള്ളത്. എവിടുന്ന് കിട്ടിയ അറിവാ ഷജീർ? എന്നിട്ട് ഗർഭാവസ്ഥയിൽ ആ ചർമ്മം ആവശ്യമുണ്ട്, അതവിടെ വേണം. അത് കഴിഞ്ഞ് പുറത്തേക്ക് എടുക്കുന്നതോടുകൂടെ കട്ട് ചെയ്ത് കളഞ്ഞോളാനാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ എടുത്താലും അത് പരിമിതിയല്ലേ ഷജീറെ? മനുഷ്യനെ കൊണ്ട് മുറിപ്പിക്കണോ? പിഞ്ചു കുഞ്ഞിന്റെ ലിംഗാഗ്രം കട്ട് ചെയ്യാൻ മനുഷ്യനെ ഏൽപ്പിക്കുന്ന, സ്വന്തം പിതാവിനെയും അമ്മാവനെയൊക്കെ ഈ പരിപാടി ചെയ്യാൻ ഏൽപ്പിക്കുന്ന കാടത്തം, അതൊരു സൃഷ്ടികർത്താവിന്, കാരുണ്യവാനായ സൃഷ്ടികർത്താവിന്, പെർഫെക്റ്റ് ഡിസൈനർക്ക് ചേർന്ന പണിയാണ്. ഇനി ഗർഭാവസ്ഥയിൽ മാത്രമായിട്ട് ലഭിക്കേണ്ട എന്തോ പ്രത്യേക സംരക്ഷണം ആ കുഞ്ഞാണിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഗർഭാവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി ഇല്ലാണ്ടായി പോകുന്ന ഒരു സംവിധാനമാക്കിയാൽ പോരെ? എന്താ ഞാൻ നിനക്ക് പറയാം? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നണേ? എനിക്ക് മനസ്സിലായില്ല. ഇനി കേൾക്ക്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഏകദേശം 9 മാസത്തോളം അവൻ കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ലിംഗത്തിന്റെ സംരക്ഷണമാണ് ലിംഗാഗ്ര ചർമ്മം എന്ന് പറയുന്നത്. ആ കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലിംഗാഗ്ര ചർമ്മം കട്ട് ചെയ്യുക എന്നതാണ് ആ ലിംഗത്തിന്റെ സംരക്ഷണമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതെ, അത് കുട്ടി ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഉടൻ പിന്നെ ആ ലിംഗാഗ്ര ചർമ്മം കട്ട് ചെയ്ത് ഒഴിവാക്കലാണ് ഈ ലിംഗത്തിന്റെ സംരക്ഷണവുമായിട്ട് പടച്ചോൻ ഡിസൈൻ ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ശരി, സമ്മതിച്ച്. നമ്മൾ ഇവിടെ നിന്നാൽ എന്താ പറയുക, ഷജീർ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന പറയാം. പരമാവധി കട്ട് ചെയ്ത് ചുരുക്കിയിട്ടാണ് ഷജീറിന്റെ വീഡിയോ കേൾപ്പിക്കുന്നത്. നമുക്കിനി പ്രധാനപ്പെട്ട തെളിവിലേക്ക് കിടക്കാൻ പോകണം. 16 റുപ്യ റെഡിയാക്കി വെച്ചോ, പിന്നെ നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ എന്തായാലും ഇനി ലിംഗാഗ്ര ചർമ്മം സുന്നത്ത് നിർബന്ധമല്ല, സുന്നത്തായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ എന്തോ മഹാ അപരാധം സംഭവിക്കും എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. അത് നിർബന്ധവുമല്ല, അത് സുന്നത്തായിക്കൊണ്ടാണല്ലോ. അതിന്റെ പേര് തന്നെ സുന്നത്ത് എന്നാണ് പറയുന്നത്. അഥവാ ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നതാണല്ലോ സുന്നത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഷജീർ പള്ളിക്കൽ ഉസ്താദ് കാണണ്ട. ചേലാകർമ്മം അഥവാ അൽ ഖിതാൻ അഥവാ ചേലാകർമ്മം സുന്നത്തല്ല, അത് നിർബന്ധം. അത് ആണിനും പെണ്ണിനും നിർബന്ധമാണ്. പിന്നെ പെണ്ണിന് ചില പണ്ഡിതന്മാരുടെ പ്രത്യേക ഇളവുകൾ, ചില പ്രത്യേക ന്യായീകരണങ്ങൾ വെച്ചിട്ട് സ്ത്രീകൾക്ക് ചില പ്രത്യേക ഇളവുകളുണ്ട്. സ്ത്രീകൾക്ക് ഇപ്പോഴും ചേലാകർമ്മം ചെയ്യുന്ന മുസ്ലിം സമുദായങ്ങളുണ്ട്. അവർക്ക് ഇസ്ലാമികമായി ഫിഖ്ഹിയായി ഹദീസിന്റെ പ്രമാണങ്ങളുടെ തെളിവുണ്ട്. ചേലാകർമ്മം സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് കൊണ്ട് ഷജീർ തെറ്റിദ്ധരിച്ചിട്ട് അത് സുന്നത്താണെന്ന് വിചാരിക്കരുത്. ചേലാകർമ്മം അൽ ഖിതാനു, ചേലാകർമ്മം അത് ഫർളാണ്, നിർബന്ധമാണ്, സുന്നത്തല്ല. ആരെങ്കിലും ഷജീറിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇസ്ലാമിൽ പുരുഷന്റെ ചേലാകർമ്മം എന്ന് പറയുന്നത് സുന്നത്തല്ല, നിർബന്ധമാണ്, വാജിബാണ്. ഓക്കെ, ഇനി ഈ ചേലാകർമ്മം ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല വേറെ ആൾക്കാരും ചെയ്യുന്നുണ്ട് എന്നത് ഷജീർ പറയാൻ ശ്രമിക്കുന്നു. അതും ഈ വിഷയത്തിൽ പെർഫെക്റ്റ് ഡിസൈനറുടെ പരിമിതിയെ വിളിച്ചോതുന്നതായതുകൊണ്ട് മാത്രം അതുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അതൊരു ദൈവത്തിന്റെ ഒരു മോശം സൃഷ്ടിയല്ല. തീർച്ചയായും ഗർഭപാത്രത്തിൽ എന്താണോ അവന് വേണ്ടത് ആ ഒരു സൃഷ്ടിപ്പിലാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണോ അവന് മികച്ചതായിട്ടുള്ളത് ആ മികച്ച രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പടച്ചവൻ തന്നെയാണ് ഇത് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പടച്ചവന് സമതല്ലേ? അള്ളാഹു സമദ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് കുട്ടിയുടെ ലിംഗാഗ്രം ഗർഭാവസ്ഥയിൽ സംരക്ഷിക്കാൻ പഠിച്ചവന് കഴിയും, പുറത്തേക്ക് വന്നിട്ട് അത് സംരക്ഷിക്കാൻ അറ്റം മുറിച്ചുകളെ നമ്മൾ ഏൽപ്പിച്ചു. അള്ളാഹു സമദ് അല്ലേ? നിങ്ങൾ എന്താണ് പറയണത്? ഷജീറെ എന്റെ 10,000. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം, അതായത് മുസ്ലിങ്ങളോട് അള്ളാഹ് ഇത് കൽപ്പിച്ചു. ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിൽ വലിയ പുലിവാലുണ്ടാവും എന്നാണ്. അപ്പൊ അതും അള്ളാഹിന്റെ എററാണ്. ആ എറർ മനുഷ്യന്മാരോട് മുറിച്ചു കളയാൻ പറയാണ്. ഏതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ചില ബാറ്ററിക്കകത്തൊക്കെ ചില ഒരു ക്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ, നിങ്ങൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് അതങ്ങ് വലിച്ചു പറിച്ച് കളഞ്ഞാളി എന്ന് പറയുന്ന പോലത്തെ ഒരു ഏർപ്പാടായിട്ടാണ് ചേലാകർമ്മത്തിൽ അല്ലെങ്കിൽ തൊലി അള്ളാഹു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നർത്ഥം. ഡു ഇറ്റ് യുവർ സെൽഫ്, ഒരു ചെറിയ സ്ട്രാപ്പ് അത് നമ്മൾ കീറി കളയണം എന്ന്. എന്റെ വെല്ലുവിളി മറ്റൊന്നാണ്, കളിമണ്ണ് കുഴച്ച് എന്ന് പറഞ്ഞ പദം ഒന്ന് ഖുർആനിൽ കാണിച്ചു തരണം എന്നതാണ് എന്റെ വെല്ലുവിളി. അപ്പോൾ ആ ഒരു രീതിയിൽ ഖുർആനിൽ കാണിച്ചു തന്നാൽ, കളിമണ്ണ് കുഴച്ച്, നോട്ട് ദ പോയിന്റ്, കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഖുർആനിൽ കാണിച്ചു തന്നാൽ 10,000 രൂപ ഞാൻ താങ്കൾക്ക് സമ്മാനമായി കൊണ്ട് തരാം. ഓക്കെ, അപ്പൊ നമ്മൾ വെല്ലുവിളിയിലേക്ക് തിരിച്ചു വരികയാണ്. 16 റുപ്യ റെഡിയാക്കി വെച്ചോ. ഖുർആനിൽ അള്ളാഹു കളിമണ്ണ് കുഴച്ചു, നോട്ട് ദ പോയിന്റ്, കളിമണ്ണ് കുഴച്ച്. വീണ്ടും നോട്ട് ദ പോയിന്റ്, കളിമണ്ണ് കുഴച്ച്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഖുർആനികമായി കളിമണ്ണ് കുഴച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട് എന്നാണ് ഉത്തരം. കളിമണ്ണ് കുഴച്ചാണ് ആദിമ മനുഷ്യനായ ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നാണ് ഉത്തരം. 16 റുപ്യ റെഡിയാക്കി വെച്ചു. കേട്ടോളൂ, ഞാൻ പറഞ്ഞ ആദം നബി അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. അതിന്റെ മുമ്പ് ലോകത്ത് മനുഷ്യവാസം ഇല്ലായിരുന്നു. മനുഷ്യർക്ക് മുമ്പേ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ജിന്നവർഗമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യരുടെ ഒന്നാമത്തെ മെമ്പറായി, ആ സമൂഹത്തിലെ ആദ്യ മെമ്പറായി അറിയപ്പെടുന്നത്, മാനവകുലത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവനും പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇതെന്തിനാ ഇപ്പൊ പറഞ്ഞതെന്നറിയോ? ചില ആളുകൾ പുതിയ തരം ഒരു ന്യായീകരണം കൊണ്ടുവരുന്നുണ്ട്. ഏത്? ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മനസ്സിലായോ? അള്ളാഹു പരിണാമത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ മനുഷ്യര് ഉണ്ടായി വന്നിട്ടുണ്ടാവുക. ആദമിനെ ഭൂമിയിലെ ഒരു പ്രത്യേക ഖലീഫയായിട്ട് നിശ്ചയിക്കുകയായിരുന്നു എന്ന ഒരു വാദം അന്തരീക്ഷത്തിലുണ്ട്.
അതിനുള്ള പഴുത് ഷജീറിന് മുമ്പിൽ അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആരാണ് ആദം നബി എന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ആദം നബി ആരാണ്? ആദ്യത്തെ മനുഷ്യൻ. അതിന്റെ മുമ്പ് ഭൂമിയുടെ മുകളിൽ മനുഷ്യരില്ല. മനുഷ്യകുലത്തിന്റെ പിതാവാണ് ആദം. ഇനി ആദമിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അള്ളാഹു ആദമിനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ കേട്ടോളൂ. അവിടുന്ന് അബുൽ ബഷർ, മനുഷ്യകുലത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുകയാണ്. ആ മഹാനായ ആദം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖലഖഹു മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് നാം ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനോട് നീ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി. സൂറത്ത് ആല ഇംറാനിലെ 59-ാമത്തെ ആയത്തിലാണ് നിങ്ങൾ ഈ കേട്ടത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. ഷജീറെ, ഖുർആൻ വചനങ്ങള് ഉസ്താദ് തന്നെ പറയും. ഞാൻ ഖുർആൻ വചനം പറഞ്ഞ് ഞാൻ തന്നെ അതിന് അർത്ഥം പറഞ്ഞ് ഞാൻ അതിനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ദുർവ്യാഖ്യാനാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് തരാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ശരിക്കൊരു മുസ്ലിമായിരുന്നു, നല്ല ദീനുള്ള കുട്ടിയായിരുന്നു. വയല് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. മതപ്രഭാഷണങ്ങളും മതപുസ്തകങ്ങളും കിട്ടുന്നത്രയും വായിക്കാൻ ശ്രമിച്ചിരുന്നു. മതം പഠിച്ചതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക മൗലവിമാരുടെയും പഴയകാല പ്രസംഗങ്ങളുടെ ഒരു വലിയ ശേഖരണം എൻ്റെ അടുത്ത് ഉണ്ട്. അത് പലതും ഡിജിറ്റലായിട്ടുണ്ട്, പലതും അല്ലാതെയും ഉണ്ട്. അപ്പൊ ഷജീർ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ ഈ കാലഘട്ടത്തിലെ പുരോഗമന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും വ്യാഖ്യാന കസർത്തുകാരൻ എഴുതി വെച്ച ഈ മണ്ണിലെ മൂലകങ്ങളും മനുഷ്യന്റെ ശരീരത്തിലെ മൂലകങ്ങളിലും ഒരുപാട് സാമ്യതകൾ കണ്ടെത്താൻ കഴിയുന്നു എന്ന നമ്മളെ വയനാടൻ ഡോക്ടറുടെയും മറ്റേ റാവുത്തരുടെയും ഒക്കെ പ്രസംഗം എടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് എന്നെ പൂട്ടാം എന്നാണ് ഷജീർ വിചാരിച്ചെങ്കിൽ ഷജീറിന് അവിടെ പിഴച്ചുപോയി. ഖുർആനിന്റെ വചനം നമ്മളെ ഹുസൈൻ സലഫി ഓതിത്തരും, അർത്ഥം മൂപ്പഴ് പറഞ്ഞു തരും, അതിന്റെ തഫ്സീർ മൂപ്പര് വായിച്ചു തരും. ഈ ഖുർആൻ വചനങ്ങളെല്ലാം പരസ്പര വിരുദ്ധമല്ലെന്നും ഇത് ക്രമാനുഗതമായി മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ആദമിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഖുർആൻ വചനങ്ങൾ ഓരോന്നോരോന്ന് അടുക്കി പെറുക്കി ഷജീറിന് പറഞ്ഞു തരാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് മനസ്സിലായി. മണ്ണിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ ഷജീറിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഷജീറിന് ആകെയുള്ള പ്രശ്നം കുഴക്കണതാണ്, അല്ലെ? ഷജീർ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിക്കാം, മണ്ണ് വെള്ളമൊഴിച്ച് കുഴച്ചു എന്ന പ്രശ്നത്തിലേ ഉള്ളൂ. മണ്ണിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ അടുത്തത്, ആദം പടക്കപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, മിമ്മാ ഉസിഫ ലക്കും, നിങ്ങളോട് വിവരിക്കപ്പെട്ടതുപോലെ. അള്ളാഹു വിവരിച്ചു തന്നിട്ടുമുണ്ട്, ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു എന്ന്. ഭൂമിയുടെ മുഴുവൻ പ്രകൃതിയും മനുഷ്യരിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ പല കളറുകളാണ്. അവരിൽ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, പല കളറുള്ളവരുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഭൂമിയിൽ നിന്ന് പല ദിക്കുകളിൽ നിന്നായി പല സ്വഭാവത്തിലുള്ള മണ്ണിന്റെ അംശം, മണ്ണ്, അതിന്റെ പൊടി, ധൂള് എന്ത് വേണേലും എടുക്കാം. അള്ളാഹു ഭൂമി സൃഷ്ടിച്ചതിന് ശേഷം ഭൂമിയിൽ നിന്ന് മണ്ണ് മലക്കുകളാൽ കൊണ്ടുവരപ്പെടുകയും പല പ്രദേശത്തിൽ നിന്ന് പല കളറും പല സ്വഭാവവും നിറവും ഗുണവും മണവും ഉള്ള മണ്ണുകൾ ഒരു മിശ്രിതമായിട്ട് അവിടെ മീൻസ് അതിന്റെ ഒരു മിക്സ് അവിടെ അള്ളാഹുവിന്റെ അടുത്ത് കൊണ്ടുവരപ്പെട്ടു. ആ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതുകൊണ്ടാണ് മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യന്റെ തൊലി കറുപ്പും ചുവപ്പും വെളുപ്പും അതിനിടയിലുള്ള കളറുകളും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി മണ്ണിന്റെ സത്ത, അതിന്റെ ഗുണം, അതിലും വ്യത്യാസങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങളിലൊക്കെ വ്യത്യസ്തതകൾ ഉള്ളത്. ഇതൊക്കെ ഖുർആനികമായി വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഷജീറെ. സ്റ്റിൽ മണ്ണായിട്ടുള്ളൂ, കുഴച്ചിട്ടില്ല. നമുക്കിതൊന്ന് കുഴക്കണ്ടേ? അല്ലാഹു ആദമിനെ സൃഷ്ടിച്ചു മിൻ ഖബലത്തിൻ ഖബലഹാ മിൻ ജമീഇൽ അർദ്, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പിടി മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫജാഅ ബനൂ ആദം, മനുഷ്യകുലം, മനുഷ്യരത കാണാൻ കഴിയും അലാ ഖദരിൽ അർളി, ഭൂമിയുടെ പ്രകൃതി പോലെ തന്നെയുള്ള ചില പ്രകൃതി മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ മനുഷ്യരിൽ കാണാൻ കഴിയുന്നു. ജാഅ മിൻഹുൽ അഹ്മർ, അവരിൽ ചുവപ്പ് കളറുള്ളവർ, വൽ അബിയദ്, വെള്ള നിറമുള്ളവർ, വൽ അസ്വദ്, കറുപ്പ് നിറമുള്ളവർ, വബൈന ദാലിക്, ഇവക്കെല്ലാം ഇടയിലുള്ളതും. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ഭൂമിയിൽ നിന്നുള്ള പല സ്വഭാവത്തിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നുള്ള മണ്ണാലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് കുഴക്കണ്ടേ? സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചിലയിടത്ത് തുറാബ് എന്ന് കൃത്യമായി തന്നെ അല്ലാഹു പറയുന്നു. ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച വചനം ആലി ഇംറാനിൽ ഖലഖഹു മിൻ തുറാബ്, തുറാബ് മണ്ണിൽ നിന്ന്. ആലി ഇംറാനിൽ 59-ാമത്തെ ആയത്തിലാണ് വന്നത്. അതുപോലെ സൂറത്തുൽ ഹജ്ജിൽ 5-ാമത്തെ ആയത്തിലും സൂറത്തു ഗാഫിറിലെ 67-ാമത്തെ ആയത്തിലും ഇതേ പ്രയോഗം തന്നെയാണ് വന്നത്, മിൻ തുറാബ്, മണ്ണിൽ നിന്ന് എന്ന പ്രയോഗം. അപ്പൊ മണ്ണിൽ നിന്നാണ്, ഉറപ്പിച്ചല്ലോ, ഭൂമിയിൽ നിന്നുള്ള മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. പല നിറവും പല ഗുണവും പല മണവും അത് ശരീരത്തിൽ മനുഷ്യന്റെ കളറായിട്ടും സ്വഭാവമായിട്ടും പ്രതിഫലിക്കുന്നു. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഇനി മണ്ണ് മാത്രമല്ല, തുറാബ് മാത്രമല്ല ഖുർആന്റെ പ്രയോഗം. അപ്പൊ എന്തുവരായി? മണ്ണ് കൊണ്ടുവരപ്പെട്ടു. ഇത്രേ ആയിട്ടുള്ളൂ. ബാക്കി അടുത്ത ഘട്ടം. പിന്നീട് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്ന രണ്ടാമത്തെ പ്രയോഗം സൂറത്തു സജദ 7-ാമത്തെ ആയത്തിലും സാഫാത്ത് 11-ലും മുഅ്മിനൂനിലെ 12-ാമത്തെ വചനത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഈ മണ്ണിനോട് വെള്ളം കൂട്ടി കുഴക്കപ്പെട്ടു എന്നതാണ്. എന്ത് ചെയ്യപ്പെട്ടു എന്നാണ് ഷജീറ? അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ജിപേ നമ്പർ ഇട്ട് കൊടുക്കുകയും. ഷജീറ കായ്വരി, ഞാനൊന്നും പറയുന്നില്ല, ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിഷയത്തിൽ ദീൻ പഠിച്ച, ഖുർആൻ പഠിച്ച പണ്ഡിതന്മാര് പറഞ്ഞുതരും. സൂറത്ത് ഏതാണ്, ആയത്ത് ഏതാണെന്നും ആശയം എന്താണ് എന്നൊക്കെ ഉസ്താദ്മാർ പറഞ്ഞുതരും.
ഇപ്പൊ എന്താ പറഞ്ഞത്? കൊണ്ടുവരപ്പെട്ട മണ്ണിൽ വെള്ളം ചേർത്ത് കുഴക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ ഷജീറെ? وبدأ خلق الإنسان من طين. കേവല ഒരു മണ്ണിന് തുറാബ് എന്ന് പറയും. തീൻ എന്ന് പറയുമ്പോൾ വെള്ളം ചേർത്ത് കുഴച്ച് ഒരു മണ്ണ് പരുവത്തിൽ, ആ രൂപത്തിലുള്ള തീൻ, കളിമണ്ണിൽ നിന്ന് അവന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ നാം കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു. അവൻ ആരംഭിച്ചു ഖൽഖൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പ് മിൻ തീനിൻ, കളിമണ്ണിൽ നിന്ന് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ മണ്ണ് അള്ള കളിമണ്ണാക്കി. എങ്ങനെ? വെള്ളമൊഴിച്ച് കുഴച്ചു. ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞതാണോ? അല്ല, വെള്ളമൊഴിച്ചു കുഴച്ച് കളിമൺ പരുവത്തിലാക്കി. സൂറത്തു സാഫാത്തിലെ 11-ാമത്തെ ആയത്തിലോ ഇന്നാ ഖലഖനാഹും മിൻ തീനിൽ ലാസിബ്, നിശ്ചയമായും അവരെ നാം സൃഷ്ടിച്ചു മിൻ തീനിൽ ലാസിബ്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഒരു പശിമയുള്ള കളിമണ്ണ് വെള്ളം ചേർക്കപ്പെട്ടു, വെള്ളത്താൽ കൂട്ടി കുഴക്കപ്പെട്ടു. മനുഷ്യനെ ആ രൂപത്തിൽ അതിന്റെ വ്യത്യസ്തങ്ങളായ അതിന്റെ ഘട്ടങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ട ഷജീറെ, മലക്കുകൾ ഇവിടെ വന്ന് പാക്കറ്റിലാക്കി കൊണ്ടുപോയ പല പ്രദേശങ്ങളിൽ നിന്നുള്ള പൊടിമണ്ണ് അള്ളാഹു തീൻ ആക്കി, തുറാബിനെ തീനാക്കി മാറ്റി. എങ്ങനെ? വെള്ളം ചേർത്ത് കുഴച്ചു. അടുത്തത് വളരെ കൃത്യമായി പിന്നെ അള്ളാഹു പറയുന്ന വാചകം എന്താണ്? ഈ കളിമണ്ണ് ഒരു കറുത്ത ചെളി ഭാഗത്തിലായി, ഒരല്പം ചേർ പരുവത്തിലായി, മണ്ണ് ആ മണ്ണിൽ നിന്ന് കറുത്ത പരുവത്തിലായി ചേറായി കിടക്കുമ്പോൾ ഒരു ദുർഗന്ധം വരുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറയുന്നു വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മനുഷ്യനെ തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന്. എന്താ ഷജീർ എന്നോട് ചോദിച്ചത്, ഈ പാത്രം ഉണ്ടാക്കുന്നവർ വെള്ളം ഒഴിച്ച് മണ്ണ് കളിമണ്ണ് പരുവപ്പെടുത്തി സംഭവങ്ങൾ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ തന്നെ പലയിടത്തുനിന്നായി കൊണ്ടുവന്ന മണ്ണിലേക്ക് വെള്ളമൊഴിച്ച് കുഴച്ച് അത് നന്നായിട്ട് കുഴച്ച് അതിന്റെ പരുവം മാറ്റി മുട്ടിയാൽ മുഴങ്ങുന്ന ദുർഗന്ധം വമിക്കുന്ന മണ്ണാക്കി മാറ്റി ശില്പം ഉണ്ടാക്കാവുന്ന പരുവത്തിലേക്ക് ആ മണ്ണ് പരുവപ്പെടുത്തി. ഇനി ഇതൊക്കെ തന്നെ ഉണ്ടായതാണ്, കുൻ ഫയക്കൂൻ ആണെന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ടാവും ഷജീറെ. ഓടണ്ട, അവിടക്ക് ഇതൊക്കെ ശരിയാക്കി തരും, ഒക്കെ ശരിയാക്കി തരും. പ്രത്യേകതകൾ പറഞ്ഞു. കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുട്ടിയാൽ ചെലവിലെ ശബ്ദമുണ്ടാക്കപ്പെടുന്ന കളിമൺ രൂപത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അങ്ങനെ അത് ഉണങ്ങി സൽസാലായി എന്നാണ് സൂറത്തു റഹ്മാനിലെ 14-ാമത്തെ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു പറയാണ് ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. സൂറത്തു റഹ്മാനിലെ 14-ാമത്തെ സൂക്തം കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ മണ്ണ് കൊണ്ടുവന്നു, കുഴച്ചു, കളിമണ്ണാക്കി, പിന്നെയും കുഴച്ചു, ചേറുപരുവത്തിലായി, മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിന്റെ രൂപത്തിലാക്കി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതൊന്നും മറ്റൊന്നിന് എന്തല്ല, വൈരുദ്ധ്യമല്ല. അത് പിന്നിട്ട ഘട്ടങ്ങളെ ആണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഈ ഹദീസുകളെ, ഈ ആയത്തുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ശേഷമാണ് അള്ളാഹു അവന്റെ റൂഹദിൽ, തന്നിൽ നിന്നുള്ള റൂഹദിൽ ഊതി അതൊരു മനുഷ്യനായി മാറുന്നു. അതാണ് ആദം എന്ന് പറയുന്ന സൃഷ്ടിയായി, അള്ളാഹുവിന്റെ സൃഷ്ടിയായി കൊണ്ട് ലോകത്തുണ്ടായ ഒന്നാമത്തെ മനുഷ്യൻ. ഇനി എന്താ കുഴച്ചു എന്നുള്ള വാക്ക് ഖുർആൻ എന്ന് വേണമെന്നാണോ ഷജീറെ വാദം? അങ്ങനെ ഖുർആൻ എന്നൊരു ദീനില്ല ഷജീറെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ലഫ്ലർത്ഥം മാത്രമാണെന്ന് ഷജീറിന് വാദമുണ്ടോ? കുഴച്ചു എന്നുള്ള വാക്ക് എവിടെയെന്നോ ഷജീർ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ഞാൻ കളവ് പറഞ്ഞു എന്നാ ഷജീറെ പറഞ്ഞത്? ഖുർആനിലെ വചനമോദി കുഴച്ചു എന്ന് ഞാൻ വായിച്ചോ? ഇല്ലല്ലോ. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണ് കുഴച്ച് പടച്ചവൻ ഉണ്ടാക്കിയതാണ്. അതന്നെയല്ലേ ഖുർആൻ വചനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ക്രമാനുഗതമായി അടുക്കി വെച്ചിട്ട് ഹുസൈൻ സലഫി ഓതി തന്നത്. മുഫസ്സിരീങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ അർത്ഥം വെച്ചത്. പൊടിമണ്ണ് ശേഖരിക്കപ്പെട്ടു, വെള്ളം ചേർത്ത് കുഴച്ചു, അത് പരുവത്തിലാക്കി, കളുമൺ പരുവത്തിലാക്കി, അത് ആവശ്യത്തിന് നമ്മളിങ്ങനെ ഇതൊരു പരുവമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, അത് പരുവപ്പെടുത്തി, അതുകൊണ്ട് രൂപം സൃഷ്ടിച്ചു, മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് പരുവത്തിൽ ഉണക്കിയെടുത്തു, അതിലേക്ക് റൂഹ് ഊതി. അങ്ങനെയാണ് ആദമിനെ സൃഷ്ടിച്ചത്. ഇതാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞത് കളവാണ് എന്ന് ഷജീർ സ്ഥാപിക്ക്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചും ഖുർആാനികമായും അള്ള മണ്ണ് കുഴച്ച് ആദമിനെ സൃഷ്ടിച്ചു വെച്ചു, രൂപം പടച്ചു വെച്ചു, റൂഹ് ഊതി കയറ്റി. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ഷജീറിന് 10,000 തരാതിരിക്കാൻ കുഴച്ചു എന്നുള്ള അറബി വാക്ക് ഖുർആനിൽ ഏത് വചനത്തിലാന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ഉരുളാം. അതിനുള്ള സ്വാതന്ത്ര്യം ഷജീറിനുണ്ട്. ഷജീർ മനസ്സിലാക്കേണ്ടത് ഷജീറിന്റെ 10,000-ന് കൊതിമൂത്തിട്ടല്ല ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. കാരണം ഷജീറിന്റെ വീഡിയോ മറുപടി പോലും അർഹിക്കാത്ത വീഡിയോ ആയിരുന്നു. കളവുകൾ സ്ഥാപിക്കാൻ ഷജീർ ശ്രമിക്കായിരുന്നു. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മുഹമ്മദിന്റെ, ഇസ്ലാമിന്റെ, ഒരു യുക്തിവാദിയുടെ ഇസ്ലാം പഠനമല്ലേ, ആ ഇസ്ലാമിന്റെ പഠനമനുസരിച്ച്, പഠിപ്പിക്കൽ അനുസരിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ ഖുർആൻ ഓതിയിട്ട് ഞാൻ അർത്ഥം വെച്ചോ ഷജീറെ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ കളവ് പറഞ്ഞു എന്ന് ഷജീർ പറഞ്ഞത്? ഇസ്ലാമിന്റെ വിശ്വാസമാണ് പറഞ്ഞത്, ഖുർആാനികമായ ശരിയാണ് പറഞ്ഞത്. ഷജീറിന് എത്ര അനുഭവമുണ്ട് ഷജീറെ? അതുകൊണ്ട് ഈ 10,000
അനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നാ മതി. ഇല്ലെങ്കിൽ ഷജീർ ഇനിയിപ്പോ എനിക്ക് തന്നു എന്നൊരു കുറച്ചിൽ വേണ്ട, ആ 10,000 രൂപ അതുകൊണ്ട് 10 ഖുർആൻ പരിഭാഷ വാങ്ങിയിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള മുസ്ലിം കുട്ടികൾക്ക് കൊടുക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക, ഒരു ഹദിയായിട്ട് കൊടുക്കുക. ഓർക്ക് ഏതെങ്കിലും രണ്ടാലൊരു ഹിദായത്ത് ഓർക്ക് ഉറപ്പാണ്. ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഷജീറെ, ഇനി ആര് കുഴച്ചു നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആര് സൃഷ്ടിച്ചു എന്ന് സംശയം ഉണ്ടാവും. പറഞ്ഞുതരും. അള്ളാഹ് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ആളാണ് ആദം നബി. മറ്റു മനുഷ്യർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ആദം നബിക്കുണ്ട്. അതെന്താ അറിയോ? കേട്ടോളി. ആ മനുഷ്യനായ ആദം നബി എന്ന് പറയുന്ന മഹാനായ ആദം, ആ ആദമിനെ സൃഷ്ടിച്ചതിൽ ആദം നബി അലൈഹി ഇസ്ലാമിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട് ആ സൃഷ്ടിക്കൽ. അതെന്താ? അള്ളാഹു തന്റെ ഇരു കൈകളെ കൊണ്ട് നേരിട്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ആദം അലൈഹി ഇസ്ലാം. അതാ അള്ളാഹ് തന്റെ 2 കൈകൾ കൊണ്ട്, ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ വചനത്തിൽ നിന്ന് സലഫി ഉസ്താദ് ഓതി തരും, ഹുസൈൻ സലഫി ഓതി തരും. ഷജീറെ കേൾക്കണം, നിങ്ങൾക്ക് അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. ആ 2 കൈ കൊണ്ട് അള്ളാഹ് കുത്തിയിരുന്ന് ഉണ്ടാക്കിയെടുത്ത ശില്പത്തിലേക്ക് അള്ളാഹുവിന്റെ റൂഹിൽ നിന്ന് അള്ളാഹ് ഊതിയിട്ടാണ് ആദമിനോട് എഴുന്നേക്ക് കുഞ്ഞേ എന്ന് പറഞ്ഞത്. അത് അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ലല്ലോ. അപ്പൊ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. സൂറത്ത് സ്വാദ് 75-ാമത്തെ ആയത്ത് അള്ളാഹ് ചോദിക്കുന്നു, ഖാല യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ. സൂറത്ത് സ്വാദ്. അള്ളാഹ് ചോദിച്ചു, ഇബ്ലീസേ മാ മനഅക, നിന്നെ എന്താണ് തടഞ്ഞത്, നിനക്കെന്താണ് തടസ്സമായിട്ട് വന്നത്, അൻ തസ്ജുദ, നീ സുജൂദ് ചെയ്യുന്നതിന് നിനക്കെന്തേ തടസ്സം, ലിമാ ഖലഖതു ബിയദയ്യ, എന്റെ ഇരു കൈകളെ കൊണ്ടും ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് നീ എന്തേ സുജൂദ് ചെയ്യാതിരുന്നത്? ഷജീറെ, അള്ളാന്റെ 2 കൈ കൊണ്ട് ഉണ്ടാക്കി എന്നാ പറഞ്ഞതേ. ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പൊടിമണ്ണ് ഖുർആാനികമായി തന്നെ അത് പിന്നെ കളിമണ്ണാകുന്നു. പൊടിമണ്ണ് കളിമണ്ണാവണമെങ്കിൽ വെള്ളം ഒഴിച്ച് കുഴക്കണം. ഷജീറെ, നിങ്ങൾ ഈ വാശി പിടിക്കുന്ന തോതിലാണെങ്കിൽ എവിടെ ഷജീറെ 5 നേരത്തെ നിസ്കാരം ഖുർആനില്? പോട്ടെ, ഷഹാദത്ത് കലിമ എവിടെ ഷജീറെ ഖുർആനില്? കൊടുക്കണ ബാങ്ക് എവിടെ ഷജീറെ ഖുർആനില്? ഇങ്ങനെ തന്നെയാണ് ഖുർആനിലെ കാര്യങ്ങൾ വിശദീകരിക്കുക. ഇങ്ങനെ തന്നെയാണ് ഷജീർ ഇനി നാളെ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക വിധിയും ഷജീർ ഈ തരത്തിൽ തന്നെയാണ് വിശദീകരിക്കുക. ഖുർആനികമായ അധ്യാപനങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ, മുഹമ്മദിന്റെ അധ്യാപനങ്ങൾ, അതിലൂടെ തന്നെയാണ് ചിത്രം വ്യക്തമാവുക. അല്ലാതെ ഷജീർ ഒരു റക്അത്ത് പൂർത്തിയായിട്ട് നിസ്കരിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ കുഴച്ചു എന്നുള്ളത് ഞാൻ കൊണ്ടുതരാം. ഒറ്റ റക്അത്ത് നമസ്കാരം, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഖുർആനികമായിട്ട് തെളിയിക്കാൻ ഷജീറിന് പറ്റുമോ? അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇല്ല എന്നാണോ ഷജീർ അർത്ഥം? ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യ സൃഷ്ടിപ്പുമായ കാര്യങ്ങളൊക്കെ ഖുർആനിൽ കൃത്യമായ സൂചനകളുണ്ട്, അതിന് കൃത്യമായ വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്, മുഫസ്സിരീങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഇന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന മണ്ണിലും മനുഷ്യനുള്ള മൂലകങ്ങൾ ഒന്നാണ് എന്ന് പറയുന്നത് അതിലൊരു അത്ഭുതമല്ല ഷജീറെ, നമ്മളൊക്കെ ഭൂമിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഷജീറെ 10,000 തരുമല്ലേ? ഷജീറിന് 10,000 കിട്ടിയിട്ട് വേറെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുകയാണെങ്കിൽ ഒരു 10 ഖുർആൻ ആർക്കെങ്കിലും വാങ്ങിയിട്ട് മലയാളത്തിലുള്ള പരിഭാഷ ആർക്കെങ്കിലും ഗീവ് അവേ കൊടുക്കാം എന്നുള്ള ഉദ്ദേശമുള്ളൂ. ഷജീറിന് 2 ഓപ്ഷൻ ഉണ്ട്. കാര്യങ്ങൾ ഒരു പുതിയ അറിവ് കിട്ടി എന്നതിന്റെ പേരിൽ 10,000 രൂപ ഹദിയ തന്നിട്ട്, അല്ലെങ്കിൽ സമ്മാനം, പ്രഖ്യാപിച്ച സമ്മാനം തന്നിട്ട് പിൻവാങ്ങാം. അതല്ലെങ്കിൽ ഇന്നലെ വരെ ചെയ്തതുപോലെ കിടന്നുരുളാം. കുഴച്ചിട്ടില്ല, കുഴച്ചു എന്ന് ഖുർആൻ അറബിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കിടന്നുരുളാം. അതിനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു, ഖലഖതു ബിയദയ്യ, എന്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മലക്കുകൾ കൊണ്ടുകൊടുത്ത മണ്ണ് അള്ളാന്റെ 2 കൈ ഉപയോഗിച്ച്, ആ 2 കൈ രണ്ടും വലത്തെ കൈയാണോ, ഒന്ന് ഇടതും വലതും ഉണ്ടോ, അള്ളാഹ്ക്ക് ഇടത് കൈ ഉണ്ടാവാൻ പാടുണ്ടോ, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയാണ്. അതിലൊക്കെ നമ്മൾ കിടക്കുന്നില്ല. പക്ഷെ ഇടതായാലും വലതായാലും അള്ളാന്റെ 2 കൈ കൊണ്ട് നേർക്കുനേർ ഇരുന്ന് സൃഷ്ടിച്ചതാണ് മനുഷ്യനെ എന്ന് അള്ളാഹു ഖുർആനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാര്യം. ഷജീറിന്റെ 10,000 പനി വീടി നടക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം എടുത്തത്? ഇനി 2 ഡിസൈനിന്റെ കാര്യം. ഡിസൈനിന് ഷജീറെ പൈസ ചെലവുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു സർവീസ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട്. അത് ഷജീർ പറഞ്ഞ ഒരു 10,000 ഇങ്ങനെ തോറ്റാലും തരുന്ന ഉറപ്പില്ലാത്തൊരു 10,000 വെച്ചിട്ട് നമുക്ക് ഒരു ഡിസൈനിങ് പരിപാടിയിലേക്കൊന്നും കടക്കാൻ പറ്റില്ല ഷജീറെ. അതിനൊക്കെ കുറെ പരിമിതി ഉണ്ട്. നിങ്ങൾ ഈ 10,000 കാര്യത്തിൽ തീരുമാനമാക്ക്. അപ്പൊ നമുക്ക് മനുഷ്യന് ഏറ്റവും മികച്ച മാതൃക ഡിസൈൻ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ഞാൻ പറയാം. സമ്മാനത്തുക മത്സരാർത്ഥിയാണല്ലോ തീരുമാനിക്കുന്നത്. 10 റുപ്യ സമ്മാനം കിട്ടുന്നതിൽ മത്സരിക്കണോ, 1 കോടി സമ്മാനം കിട്ടുന്നതിൽ മത്സരിക്കണോ എന്ന് മത്സരാർത്ഥിയാണല്ലോ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറയണത്, ഇത് നിങ്ങൾ കാര്യമാക്കണ്ട. എനിക്ക് നിങ്ങളെ 10,000 ഒന്നും വേണ്ട. പക്ഷെ ഇങ്ങനെയുള്ള ആവേശ് കുമാർമാരായിട്ട് ഇറങ്ങിച്ചാടി വരരുത്. ഇതിനെക്കുറിച്ച് മൗലവിമാരെന്താ പറഞ്ഞത്, തഫ്സീറിൽ എന്താ ഉള്ളത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ അതൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ അത് അന്വേഷിച്ചും കണ്ടെത്തിയും മനസ്സിലാക്കിയും പഠിച്ചും മാത്രമേ സംസാരിക്കൂ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഞാൻ കളവ് പറഞ്ഞു എന്നത് നിങ്ങൾ ഇപ്പൊ കമന്റ് ബോക്സിൽ തിരുത്തണം. ഖുർആനിൽ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ഷജീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം. അല്ലെങ്കിൽ ഷജീർ എനിക്ക് 10,000 റുപ്യ തരണം. സത്യസന്ധത, തരിമ്പുണ്ടെങ്കിൽ ഷജീർ ചെയ്യേണ്ടത് അതാണ്. ലിയാക്കത്ത് കളവ് പറഞ്ഞു എന്നത് ഷജീർ തിരുത്തുക, അതല്ലെങ്കിൽ 10,000 റുപ്യ വെക്കുക. ഞാൻ പറഞ്ഞത്
ഖുർആാനികമായിട്ട് ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഷജീറിന് ആപ്റ്റു ഷജീർ, ആ ഷജീറിന് തീരുമാനിക്കാം. ഷജീറിന്റെ ഡിസ്ക്രിപ്ഷനാണ്, നമ്മൾ അതിനകത്ത് ഇടപെടുന്നില്ല. ഷജീറിന്റെ ഇഷ്ടം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമായ സ്ഥിതിക്ക് ഷജീർ ഇനി ചെയ്യേണ്ടത് കളിമണ്ണും കുഴക്കലും 10,000 ഒക്കെ വിട്ടളി. നിങ്ങൾ നേരെ പോയിട്ട് ഇസ്ലാമിന്റെ ദൈവികതക്കും മുഹമ്മദിന്റെ റിസാലത്തിനും മനുഷ്യന്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ കൊണ്ടുവരിക. ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടുത്താവുന്ന തെളിവുകളുമായിട്ട് വരിക. ഇതൊക്കെ നമുക്ക് മറക്കാം. ഇതാണ് ഷജീറിനോട് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ കാണാം.